അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. സത്യത്തിൽ ഈ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട മത്സരിക്കരുതായിരുന്നു. വെറുതെ വന്നിരുന്ന് ഇത്തിരി പോകുന്ന കൊച്ചു പിള്ളേരുടെ വായിന്ന് വരെ പണി മേടിച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു നാണക്കേടാണ്. കാരണം അയാളുടെ അപ്പൂപ്പന്റെ പ്രായമേ ഉള്ളൂ. ആലപ്പുഴ MLA AD തോമസ്. കാരണം ഇന്ന് ആ കൊച്ചു ചെറുക്കൻ വന്നിട്ട്, കൊച്ചു ചെറുക്കൻ എന്ന് പറയുന്ന MLA ആണ്, നമ്മൾ പറയുമ്പോൾ യുവാവാണ്, കൊച്ചു പയ്യനാണ്. കൊച്ചു ചെറുക്കൻ അല്ല, കൊച്ചു പയ്യൻ, നവയുവാവ്. ഈ നവയുവാവ് വന്നിട്ട് അദ്ദേഹത്തെ ഇനിയും കാലേ വാരി അടിക്കാൻ ഈ AD തോമസ് ബാക്കിയില്ല. ഒന്ന് ആലോചിക്കണം, പിണറായി വിജയൻ ആദ്യമായി MLA ആവുന്നത് 1970-ലാണ്. 77-ലൊക്കെ അദ്ദേഹം MLA ആയിരുന്നിട്ടുണ്ട്. അന്ന് AD തോമസ് ജനിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ AD തോമസിന്റെ ചോദ്യചരങ്ങൾക്കും വിശദീകരണത്തിന് മുന്നിലുണ്ടല്ലോ പിണറായി അവിടെ നിന്ന് വേർത്ത് ശരിക്കും. AD തോമസിനെ പ്രത്യേകിച്ച് നമുക്കറിയാം, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ ഭീകരമായി കൊല്ലാൻ വേണ്ടി തല്ലിയതാണ് ഈ നമ്മുടെ അനിൽ കല്ലൂരാന്റെ അല്ല, എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് സലീം കുമാർ പറഞ്ഞതുപോലെ ഈ പിള്ളേരെ എല്ലാം തല്ലിക്കൊല്ലാൻ അന്ന് ഉത്തരവ് കൊടുത്തു. അവന്മാരെ എല്ലാം ഗുണ്ടകളെ വെച്ച് തല്ലിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? അവന്മാരെല്ലാം ജയിച്ച് നിയമസഭയിൽ വന്നു. ഇയാൾ ദാ ഇവിടെ ഇരിക്കുന്നു. പിന്നെ അയ്യോര് പറയുന്ന വായിന്ന് വീഴുന്ന എല്ലാം കേട്ട് അത് മുഖത്തോട് മുഖം നോക്കി നിയമസഭ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. അല്ല, നരസിംഹ സിനിമയെ പറയുന്നത് 4 ആള് കൂടുന്നിടത്ത് കിട്ടണം നിന്നെ എന്റെ പറയുന്ന പോലെ. നിയമസഭയിൽ AD തോമസ് കൃത്യമായി ഇന്ന് പ്രസംഗിച്ചു. പറഞ്ഞു, നിങ്ങൾ 1977 ആ തീയതി പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ നിങ്ങളുടെ പ്രസംഗം നടത്തി. ഇവിടെ ഒരാളെ പ്രസംഗം നടത്തി, യുവാവായ MLA, 28 വയസ്സുള്ള MLA. അയാൾ പറഞ്ഞത്, എന്നെ പോലീസ് അതിഭീകരമായി മർദ്ദിച്ചു. അതിൻ്റെ ചോര കൊണ്ട് ഷർട്ട് കൊണ്ടുവന്ന് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പ്രസംഗിച്ചത്. ഇതേ ചെറുപ്പക്കാരൻ പിന്നീട് മുഖ്യമന്ത്രിയാപ്പം കണ്ടത് കേരളം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ്. ഞങ്ങളുടെയൊക്കെ തല തല്ലി കയറി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റൊക്കെ തലതല്ലി കയറി അദ്ദേഹം വളരെ വികാരഭരിതനായി. അജയ് ജുവൽ കുര്യാക്കോസിന്റെ അതായത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ അവകാശത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിഷേധ സ്വരം ഉയർത്തി ഒരു ചെറിയ തുണിക്കഷ്ണം വീശി കാണിച്ചതിനാണ് നിങ്ങളുടെ പോലീസ് വന്ന് ഞങ്ങളെ അടിച്ച് ഇല്ലായ്മ ചെയ്ത് തല്ലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കിയത്. അപ്പോൾ ആ ആളുടെ പേരാണ് പിണറായി വിജയൻ. താൻ മുന്നിരിക്കുന്നു, നിങ്ങളുടെ രക്ഷാപ്രവർത്തനമാണ് എന്നെ ഇവിടെ എത്തിച്ചത്, എനിക്കതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ഇതൊക്കെ കേട്ടിട്ട് സത്യത്തിൽ ഒരുപാട് അമ്മമാരുടെ ശാപം നിങ്ങളുടെ മേൽ കാണുമെന്ന് പറഞ്ഞു. അതെ കണ്ണീരിന്റെ ഒരുപാട് അമ്മമാരുടെ കണ്ണീര്, അത് ആ ശാപം നിങ്ങളെ പിന്തുടരും എന്നും കൂടെ. ഇതൊക്കെയാണ് സത്യത്തിൽ പ്രതികാരം എന്ന് പറഞ്ഞാൽ, മധുര പ്രതികാരം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, മുഖത്ത് നോക്കി തന്നെ ആക്രമിക്കാൻ ഉത്തരവ് കൊടുത്ത, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതാ തോമസിന്റെ പ്രസംഗം നമ്മളിപ്പോൾ ഇതിന്റെ പിന്നാലെ നമുക്ക് കേൾപ്പിക്കാം. അതിനകത്ത് തോമസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് പറഞ്ഞത് അതിന് രക്ഷാപ്രവർത്തനം എന്നാണ്. കാരണം നിങ്ങൾ അതിന് നിയമസഭയിൽ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു ആണല്ലോ. കാരണം അല്ലെങ്കിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്, ഇയാൾ ഈ പണ്ട് അടിയന്തരാവസ്ഥക്കാലം തല്ലിയിട്ട് തന്നെ കള്ളക്കഥയാണോ എന്നുള്ളത്. കാരണം അത്രയും ധൈര്യമൊന്നും പുള്ളിക്കൊള്ളായിരുന്നു തോന്നുന്നില്ല. വേറെ കഥയുണ്ട്, ഇപ്പോൾ പിന്നെ പശ്ചിമബംഗാൾ ഗവർണർ RN രവി തോക്കൊണ്ട് നെറ്റി വെച്ചപ്പോൾ വേറെന്തോ സംഭവിച്ചു നേരത്തെ ഒരു കഥ പറഞ്ഞത്. സത്യമാണോ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ധൈര്യം അത്രയാണെന്നാണ് ആ കഥ സത്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കറിയില്ല. ഏതായാലും ഇതുപോലെ നിയമസഭയിൽ വന്നിരുന്ന് പുതിയ തലമുറയിൽപ്പെട്ട MLA ഇന്ന് വരെ നന്നായിട്ട് വാങ്ങിച്ച് അതിന് മറുപടി പോലും പറയാതെ ബ്ലിങ്ങസ് ചെയ്യാൻ അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്ത് പറയാം, മുഖത്ത് നോക്കിയാണ് പിള്ളേർ ട്രോളും അല്ല, കാലത്തടിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പിണറായി വിജയൻ ഇത്തവണ വിജയിക്കേണ്ടായിരുന്നു. കാരണം ഈ നിയമസഭയിൽ നിന്ന് ഇതെല്ലാം കേട്ട് മേടിച്ച് അവിടെ ഉള്ളവരെ ശാപവചസ്സും ആട്ടും തുപ്പും കഴിഞ്ഞ തവണ നിങ്ങൾ കൊടുത്തതിന്റെ എല്ലാം ഇരട്ടിയായിട്ട് ഇപ്പൊ വാത്യുകുഴൽനാടൻ വരുന്നു, വരുന്നു, ഓരോരുത്തരും വരുന്നു. ഈ പിള്ളേർ സെറ്റ് മൊത്തം വന്നിട്ട് എടുത്ത് എനിക്കതല്ല അറിയാമേ, ഈ വന്ന് പ്രസംഗിക്കുന്നവർ മുഴുവൻ അതിഗംഭീരമായിട്ടാണ് പ്രസംഗിക്കുന്നത്. പിന്നെ മറുപടിയില്ല, ഇവർക്ക് മറുപടിയില്ല. ഇവർക്ക് എണീറ്റ് നിന്ന് ചുമ്മാ മുണ്ടെടുക്കാൻ പോലും എണീറ്റ് നിന്നൊരു മറുപടി പറയാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും AD തോമസ് നമ്മുടെ നവ MLA, നമ്മൾ പറയുന്ന യുവാവ് ആ യുവാവ് പിണറായി വിജയനെ പഞ്ഞിക്കിടുന്ന ആ അസുലഭ കാഴ്ച സഭാ TV-യിൽ നിന്ന് നമ്മൾ പകർത്തിയതാണ്. അതൊന്ന് കണ്ടിട്ട് വരാം. സാർ, ആദ്യമായി കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് ആലപ്പുഴയിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തയക്കുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളടക്കം ചില കാര്യങ്ങൾ ഇവിടെ പറയുവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തിങ്കളാഴ്ച ഇവിടെ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും മലിനജലവുമായി കടന്നു വന്നിട്ട് ഞങ്ങളുടെ AISF-ന്റെ AIYF-ന്റെ പ്രവർത്തകരെ പോലീസ്
ഈ വെള്ളമുള്ള ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ആശങ്കപ്പെടുന്നത് കണ്ടു. ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിക്കുന്നുവെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. തങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചപ്പോൾ ഒരു പിതാവിൻ്റെ ഒരു കരുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണർന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമുണ്ടായി. ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ സഹജമായ ആ വികാരങ്ങൾ ആ മനുഷ്യനിലുണ്ടായത്. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം 10 വർഷക്കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തണമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 1977 മാർച്ച് 30 നടന്ന ഒരു സംഭവം, ഒരു പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. അന്ന് കേവലം 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായ നിയമസഭാംഗം ഭരണകൂട ഭീകരതയ്ക്കെതിരെ, പോലീസ് ഭീകരതയ്ക്കെതിരെ എന്നോണം രക്തം പുരണ്ട വസ്ത്രമുയർത്തി പിടിച്ച് പ്രസംഗിച്ച ഒരു ചരിത്രം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ആ ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. പിന്നീട് ആ ചെറുപ്പക്കാരൻ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി മാറി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച, പോലീസ് രാജിനെതിരെ പ്രതികരിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വാഴ്ത്തിപ്പാടുകയാണ് സാർ ചെയ്തത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ ഇത്തിരി പോന്ന ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തി കാണിച്ച് പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ചതിന് എന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാണ് സാർ തല്ലിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ഞങ്ങളുടെ തല തല്ലി പൊളിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് രക്ഷാപ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇവിടെ നിന്ന് എന്നെ പോലൊരു സാധാരണക്കാരന് സംസാരിക്കുവാൻ അവസരമൊരുക്കിയതിന് ഒരു കാരണം ആ രക്ഷാപ്രവർത്തനമാണ് സർ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, യൂത്ത് ലീഗിന്റെ, MSFന്റെ, RYFന്റെ ചെറുപ്പക്കാരുടെ തലതല്ലി പൊളിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമരം ചെയ്ത, ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ച, മൗലികമായ അവകാശം വിനിയോഗിച്ച ചെറുപ്പക്കാരുടെ തലതല്ലി തകർത്തിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മലിനജലം ഉപയോഗിച്ച് ആക്രമിച്ചു പോലും. ഇതൊക്കെ ആരോടാണ് സാർ പറയുന്നത്? ഇതൊക്കെ ആരെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സാർ. ഇവിടെ ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം തെങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി ഈ സർക്കാരിനോട് നന്ദി പറയാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സാർ. മത്സ്യത്തൊഴിലാളികളുടെ സബ്സിഡി, മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി തുടങ്ങി. തീരദേശവാസികൾക്ക് പട്ടയം അനുവദിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. കടലിൽ പോകാനാവാത്ത ദിവസങ്ങളിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വേതനം നൽകുമെന്ന് പറഞ്ഞു. സാർ, ഞാൻ എൻ്റെ അപ്പനൊപ്പം പൊന്തുവള്ളത്തിൽ കടലിൽ പോയി മീൻ പിടിച്ച് പഠനവും സമരവും പോരാട്ടവും ജീവിതവും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോയ ആളാണ് സാർ. എനിക്ക് ആ മത്സ്യത്തൊഴിലാളികളുടെ വേദനയും വികാരവും എല്ലാം മനസ്സിലാകും. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ, സാധാരണക്കാരെ, അരികുവൽക്കരിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന ഈ സർക്കാരിന്റെ ഈ ബഡ്ജറ്റിനെ സർവാത്മന ഹൃദയപൂർവ്വം പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.